എല്ലാ വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടാലി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പേറോൾ പ്രോസസ്സിംഗ് നടത്താം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. പേറോൾ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ സാലറി കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിന് പറയുന്നതാണ് പേറോള്. അപ്പോൾ പേറോളിൽ നമ്മൾ ആദ്യമേ എങ്ങനെയാണ് പേറോൾ ആക്ടിവിറ്റി ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കിയായിരുന്നു. അതിനുശേഷം എംപ്ലോയി ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എംപ്ലോയീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പേറോൾ യൂണിറ്റ്സ്, അറ്റൻഡൻസ് ടൈപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പേറോൾ പ്രോസസ്സിങ്ങിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് പേ ഹെഡ്സ്. പേ ഹെഡ്സ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ സാലറിയിലെ ഓരോ കമ്പോണൻസിനും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കമ്പോണൻസിനും പറയുന്നതാണ് പേ ഹെഡ്സ്. പേ ഹെഡ് റെഫേഴ്സ് ടു ദ വേരിയസ് അക്കൗണ്ട്സ് കണക്റ്റഡ് വിത്ത് സാലറി. സാലറിയിലെ ഓരോ കമ്പോണന്റിനും പറയുന്നതാണ്. ഒരുപാട് കമ്പോണന്റ് കൂടുന്നതാണ്, അത് അഡീഷൻസ് ഉണ്ടാകാം, ഡിഡക്ഷൻസ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഒരുപാട് കമ്പോണൻസ് കൂട്ടുന്നതാണ് ഒരു എംപ്ലോയിയുടെ സാലറി. അപ്പൊ ആ ഓരോ കമ്പോണന്റിനും പറയുന്നതാണ് പേ ഹെഡ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു പലതരത്തിലുള്ള പേ ഹെഡ്സ് ഉണ്ട്. ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്. അപ്പൊ അങ്ങനെ ഓരോ പേ ഹെഡും ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് വരുത്തേണ്ടതാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ബേസിക് പേ എന്ന് പറയുന്ന പേ ഹെഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള പാത്ത് ഗേറ്റ് വേ ഓഫ് ടാലിയില് പേറോൾ ഇൻഫോയില് പേ ഹെഡിലാണ് ക്രിയേറ്റ് കൊടുക്കേണ്ടത്. ഗേറ്റ് വേ ഓഫ് ടാലിയില് പേറോൾ ഇൻഫോയില് പേ ഹെഡില് ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ പേ ഹെഡ് ക്രിയേഷൻ സ്ക്രീൻ വരും. അവിടെ നെയിം, പേ ഹെഡ് ടൈപ്പ്, അണ്ടർ, അപ്പിയേഴ്സ് ഇൻ പേ സ്ലിപ്പ്, നെയിം ടു അപ്പിയർ ഇൻ പേ സ്ലിപ്പ് പോലെയുള്ള ഡീറ്റെയിൽസ്, കാൽക്കുലേഷൻ ടൈപ്പ്, അറ്റൻഡൻസ്, ലീവ് വിത്ത് പേ, കാൽക്കുലേഷൻ പീരിയഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യുമ്പോഴാണ് പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ബേസിക് പേ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പേ ഹെഡ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. എച്ച് ആർ എ എന്ന് പറയുന്ന പേ ഹെഡ് നമുക്ക് എങ്ങനെ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എച്ച് ആർ എ എന്ന് പറയുന്ന പേ ഹെഡ്, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്ന പേ ഹെഡ് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബേസിക് പേയിൽ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് ഏകദേശം എല്ലാ കാര്യങ്ങളും ബേസിക് പേ പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ചില ഓപ്ഷൻസിൽ വ്യത്യാസമുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ നോക്കാം. അതില് കാൽക്കുലേഷൻ ടൈപ്പിലാണ് പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. കാൽക്കുലേഷൻ ടൈപ്പിന്റെ അവിടെ നമ്മൾ ആസ് കമ്പ്യൂട്ടഡ് വാല്യൂ ആണ് എച്ച് ആർ എക്ക് കൊടുക്കേണ്ടത്. കാൽക്കുലേഷൻ ടൈപ്പ് പേ ഹെഡ് ക്രിയേഷനിൽ എച്ച് ആർ എ എന്ന് പറയുന്ന പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽക്കുലേഷൻ ടൈപ്പിൽ ആസ് കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ആസ് കമ്പ്യൂട്ടഡ് വാല്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു പോപ്പ് വിൻഡോ, പുതിയ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. കമ്പ്യൂട്ടേഷൻ ഇൻഫോ എന്ന് പറയുന്ന വിൻഡോ ആണ് അവിടെ ഓപ്പൺ ചെയ്ത് വരുന്നത്. കമ്പ്യൂട്ടേഷൻ ഇൻഫോയില് നമ്മൾ ആദ്യമേ കൊടുക്കേണ്ടത് ഓൺ സെലക്ടഡ് ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓൺ കമ്പ്യൂട്ടേഷനിൽ ഓൺ സ്പെസിഫൈഡ് ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓൺ സ്പെസിഫൈഡ് ഫോർമുല കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഫോർമുല സെറ്റ് ചെയ്യാനുള്ള ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഫോർമുല സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അപ്പൊ ആ ബോക്സിന്, ആ വിൻഡോയിൽ നിന്നും നമ്മൾ ഏതൊക്കെ പേ ഹെഡിന്റെ ബേസിസിലാണോ നമ്മൾ എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആദ്യം ബേസിക് പേ, ആഡ് പേ ഹെഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഫംഗ്ഷന്റെ അവിടെ ആഡ് പേ ഹെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആഡ് പേ ഹെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ ബേസിക് പേ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓരോന്ന് ഐറ്റംസ് അവിടെ ആഡ് പേ ഹെഡ് ഉണ്ട്, ഡിവൈഡ് ബൈ അറ്റൻഡൻസ് ഉണ്ട്, മൾട്ടിപ്ലൈ വിത്ത് അറ്റൻഡൻസ് ഉണ്ട്, സബ്സ്ട്രാക്ട് പേ ഹെഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ കമ്പനികളും എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അതിന്റെ ഫോർമുലയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ഓൺ സ്പെസിഫൈഡ് ഫോർമുലയുടെ അവിടെ ആ ഫോർമുല ഡിഫൈൻ ചെയ്ത് ഓരോ പേ ഹെഡും അത് ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ ആഡ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് സെലക്ട് കൊടുക്കേണ്ടതാണ്. അറ്റൻഡൻസ് ഡിവൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയും നമ്മൾ അവിടെ ഫോർമുലയുടെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഏതെങ്കിലും പേ ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ Alt+C പ്രസ് ചെയ്തുകൊണ്ട്
പേ ഹെഡ് ക്രിയേഷൻ സ്കെയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയൊരു പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം HRAയുമായി ബന്ധപ്പെട്ട് HRA കാൽക്കുലേഷന് വരുന്ന പേ ഹെഡ്സിലെല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എൻഡ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം സെലക്ട് ചെയ്യുക. ആ പോപ്പ് വിൻഡോയിൽ നിന്ന് എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് പേ ഹെഡ് ക്രിയേഷൻ സ്കെയിലിലോട്ട് പോകും. അതിനുശേഷം എഫക്റ്റീവ് ഫ്രം ഡേറ്റ് കൊടുക്കുക. ഫ്രം എമൗണ്ട്, അത് സാധാരണ കേസിൽ നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത്. എമൗണ്ട് അപ് ടു, എത്ര വരെയുള്ള എമൗണ്ടിനാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എമൗണ്ട് അപ് ടു കൊടുക്കുക. സ്ലാബ് ടൈപ്പിന്റെ അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സ്ലാബ് ടൈപ്പിന്റെ അവിടെ ഒന്നെങ്കിൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വാല്യൂ. നമ്മൾ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ്, വാല്യൂ ആണെങ്കിൽ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വാല്യൂ ബേസിസ്, എത്രയാണ് എടുക്കേണ്ടത്, പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് എത്രയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ലാബ് ടൈപ്പ് ഡീറ്റെയിൽസ്. Percentage rate is used when the amount is stated as a proportion of the whole. Amount, total amountന്റെ ഒരു പെർസെൻറ്റേജ് ആണെങ്കിലാണ് നമ്മൾ പെർസെൻറ്റേജ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വാല്യൂ. This slab rate is used when the amount is stated as on the absolute value. ഫിക്സഡ് വാല്യൂയിലാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം റൗണ്ടിങ് മെത്തേഡിന്റെ അവിടെ നോർമൽ റൗണ്ടിങ് കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ലില്ല. എൻ്റർ അടിച്ച് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുമ്പോഴാണ് HRA എന്ന് പറയുന്ന പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടാലിയിൽ HRA എന്ന് പറയുന്ന പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പേറോൾ ഇൻഫോയിൽ പേ ഹെഡിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പേറോൾ ഇൻഫോയിൽ പേ ഹെഡിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോർമലായിട്ട് നമ്മൾ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുക. അതിൽ പ്രധാനമായിട്ട് മാറ്റം വരുത്തേണ്ടത് കാൽക്കുലേഷൻ ടൈപ്പ് ആണ്. കാൽക്കുലേഷൻ ടൈപ്പിന്റെ അവിടെ നമ്മൾ ആസ് കമ്പ്യൂട്ടർ വാല്യൂ കൊടുക്കുക. ആസ് കമ്പ്യൂട്ടർ വാല്യൂ കൊടുത്തതിന് ശേഷം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പുതിയൊരു പോപ്പ് വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അവിടെ ഓൺ കമ്പ്യൂട്ടിന്റെ അവിടെ ഓൺ സ്പെസിഫൈഡ് ഫോർമുല കൊടുക്കുക. സ്പെസിഫൈഡ് ഫോർമുല കൊടുക്കുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമ്മൾ ഏതൊക്കെ പേ ഹെഡിന്റെ ബേസിസിലാണോ HRA കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എഫക്റ്റീവ് ഫ്രം ഡേറ്റ് കൊടുക്കുക. ഫ്രം എമൗണ്ട് ടു എമൗണ്ട് കൊടുക്കുക. സ്ലാബ് അതവിടെ പെർസെൻറ്റേജ് കൊണ്ട് വാല്യൂ ഉണ്ട് സെലക്ട് ചെയ്യുക. വാല്യൂ ബേസിസ് എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര വാല്യൂ ആണ് എടുക്കേണ്ടത് എന്നുള്ളതും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ അടിച്ച് സേവ് ചെയ്യുമ്പോഴാണ് ടാലിയിൽ HRA എന്ന് പറയുന്ന പേ ഹെഡ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് പ്രധാനമായിട്ടും നമ്മൾ ബേസിക് പേ HRA എന്ന് പറയുന്ന മെയിൻ പേ ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഡക്ഷൻ പേ ഹെഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഡിഡക്ഷൻ പേ ഹെഡ് ആയിട്ട് വരുന്നത് ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ഡിഡക്ഷൻ പേ ഹെഡ് ആയിട്ട് വരുന്നത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് ESI കോൺട്രിബ്യൂഷൻ, പ്രൊഫഷണൽ ടാക്സ്. അതിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു PF ആണ് നമ്മൾ പേ ഹെഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പേ ഹെഡ് ടൈപ്പിന്റെ അവിടെ എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ കൊടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി പേ ടൈപ്പിന്റെ അവിടെ PF അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അണ്ടറിന്റെ അവിടെ കറണ്ട് ലയബിലിറ്റീസ് കൊടുക്കുക. നെറ്റ് സാലറി അവിടെ അഫക്റ്റ് നെറ്റ് സാലറി അവിടെ എസ് കൊടുക്കുക. നെയിം അപ്പിയർ ടു ബി പേ സ്ലിപ്പ് അതിൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന് വേണ്ടി EPF എന്ന് കൊടുക്കുക. കാൽക്കുലേഷൻ ടൈപ്പ് ആസ് കമ്പ്യൂട്ടർ വാല്യൂ കൊടുക്കുക. കാൽക്കുലേഷൻ മെത്തേഡ് ഓൺ സ്പെസിഫൈഡ് ഫോർമുല കൊടുക്കുക. അതിൽ ആഡ് ചെയ്യേണ്ട പേ ഹെഡ് ബേസിക് പേ ആണ്. പിന്നെ എത്ര വരെ എമൗണ്ടിനാണ് EPF ബാധകമാണെന്നുള്ള എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലാബ് റേറ്റ് പെർസെൻറ്റേജ് കൊടുക്കുക. അടിച്ച് സേവ് ചെയ്യുക. അതേപോലെ തന്നെ എംപ്ലോയി ESI കോൺട്രിബ്യൂഷനും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ഓപ്ഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പ്രൊഫഷണൽ ടാക്സും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പ്രൊഫഷണൽ ടാക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പേ ഹെഡ് ടൈപ്പിന്റെ അവിടെ എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ കൊടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി പേ ടൈപ്പിന്റെ അവിടെ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുക. അണ്ടറിന്റെ അവിടെ കറണ്ട് ലയബിലിറ്റീസ് കൊടുക്കുക. അഫക്റ്റ് നെറ്റ് സാലറിയുടെ എസ് കൊടുക്കുക. അപ്പം അങ്ങനെ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ ഡിഡക്ഷൻ പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പേ ഹെഡ് ക്രിയേഷൻ സ്ക്രീനിൽ വരുന്ന ഈ ഓപ്ഷന് നേരെ ഈ ടേബിളിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഡിഡക്ഷൻ പേ ഹെഡ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബേസിക് പേ HRAക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേ ഹെഡ് ക്രിയേഷൻ സ്ക്രീനിലും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഏണിങ്സ് ഫോർ എംപ്ലോയീസ്, പേ ഹെഡ്സ്, ഡിഡക്ഷൻ ഫ്രം എംപ്ലോയീസ് പേ ഹെഡ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ഫ്രം സാലറീസ് ആൻഡ് വേജസുമായി ബന്ധപ്പെട്ട പേ ഹെഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ഫ്രം സാലറീസ് ആൻഡ് വേജസ് മെയിനായിട്ടും പ്രധാനമായിട്ടും എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും 4 ഐറ്റംസ് ആണ് സാധാരണ ഡിഡക്റ്റ് ചെയ്യുന്നത്. ഒന്ന്
എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, 2 എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESI, 3 പ്രൊഫഷണൽ ടാക്സ്, 4 ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും 4 ഐറ്റംസ് കുറച്ചതിന് ശേഷമാണ് എംപ്ലോയിക്ക് സാലറി പേ ചെയ്യുന്നത്. അത് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ, ESIയിലോട്ടുള്ള എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ, പ്രൊഫഷണൽ ടാക്സ് ബാധകമാണെങ്കിൽ പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ് ആ എംപ്ലോയിക്ക് ബാധകമാണെങ്കിൽ, ഇൻകം ടാക്സിന്റെ പരിധിക്ക് മുകളിൽ എംപ്ലോയിക്ക് സാലറി ഉണ്ടെങ്കിൽ ആ ഇൻകം ടാക്സും കൂടെ എംപ്ലോയർ കുറയ്ക്കേണ്ടതാണ്. 4 ഐറ്റമാണ് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ആയിട്ട് ഡിഡക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്. The Employees Provident Fund Organization, abbreviated to EPFO, is a statutory body of the Government of India under the Ministry of Labour and Employment. It administers a compulsory contribution provident fund scheme, pension scheme and insurance scheme. It is one of the largest social security organization in India in terms of the number of covered beneficiaries and the volume of financial transactions undertakings. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ ഓർഗനൈസേഷനാണ് കമ്പൽസറി ആയിട്ട് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം, പെൻഷൻ സ്കീം, ഇൻഷുറൻസ് സ്കീം മുതലായവ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന, മാനേജ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷനാണ് EPFO. അത് എത്ര നമ്പർ ഓഫ് കവേർഡ് ബെനിഫിഷ്യറീസിന്റെ എണ്ണത്തിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വോളിയത്തിലാണെങ്കിലും ഇന്ത്യയിലെ നമ്പർ 1 സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷനാണ് EPFO, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. The EPFO's affects decision making body is the Central Board of Trustee. EPFOയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ്. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ട് came into 1952, came into effect on 1st March 1952. Presently the following schemes are operations under the act. 1952 പാസ്സാക്കിയിട്ടുള്ള എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് ആക്ട് ആണ്. ആക്ടിനെ വെച്ചുകൊണ്ടാണ് ഈ എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നത്, എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും EPFO എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ കീഴിൽ ഈ നിയമത്തിന്റെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴിൽ 4 സ്കീംസ് ആണ് നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ളത്. 1 എംപ്ലോയീസ് പെൻഷൻ ഫണ്ട് സ്കീം 1952, 2 എംപ്ലോയീസ് പെൻഷൻ സ്കീം 1995, 3 എംപ്ലോയീസ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976. ഈ 3 സ്കീംസ് ആണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴിൽ വരുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കാം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം. 20 അതിലധികമോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസും സെപ്പറേറ്റ് ആയിട്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ സാലറിയുടെ, എംപ്ലോയീസിന്റെ സാലറിയുടെ 12% ഈ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറിയിൽ ബേസിക് വേജസ്, ഡിയർനെസ് അലവൻസ്, ക്യാഷ് വാല്യൂ, ഫുഡ് കൺസെഷൻസ്, റീറ്റെയിനിങ് അലവൻസ് മുതലായവ ഉൾപ്പെടുത്തി അതിന്റെ ബേസിസിലാണ് ഈ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Voluntary higher contributions are also acceptable at the joint request of the member and the employer. The contribution payable by the employer is to be not to be deducted from the wages of the employee. However, the employer has to deduct the employee's share from the salaries and pay the same in the EPF schemes. ഈ മിനിമം 12% ഗവൺമെന്റിലോട്ട് EPF പ്രകാരം അടയ്ക്കണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിനേക്കാളും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എംപ്ലോയറുടെ റിക്വസ്റ്റ് പ്രകാരം എംപ്ലോയിയുടെ റിക്വസ്റ്റ് പ്രകാരം അത് സ്വീകരിക്കുന്നതാണ്, EPFOയിൽ സ്വീകരിക്കുന്നതാണ്. അതിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ എംപ്ലോയർ സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പാടുള്ളൂ. എംപ്ലോയർ EPFOയിലോട്ട് അടയ്ക്കുന്ന എമൗണ്ട് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പാടുള്ളതല്ല. The contribution payable by the employer is not to be deducted from the. അപ്പം എംപ്ലോയറും ഓരോ മാസം നിശ്ചിത എമൗണ്ട് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിൽ എംപ്ലോയിയുടെ ഷെയർ മാത്രമേ എംപ്ലോയർ സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പാടുള്ളൂ. എംപ്ലോയറുടെ ഷെയർ ഒരു കാരണവശാലും എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ സ്കീമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം.
From and out of the employee's share of the provident fund contribution, 8.33% of the total wages limited to rupees 6,500 per month is aggregated and credited to the employee's pension fund in account number 10. അപ്പോൾ ഈ എംപ്ലോയീസ് അടയ്ക്കുന്ന ഫണ്ടിൽ നിന്നും 8.33% ഓഫ് ടോട്ടൽ വേജസ് മാക്സിമം 6,500 രൂപ സെപ്പറേറ്റ് അക്കൗണ്ടിലോട്ട്, അക്കൗണ്ട് നമ്പർ 10 എംപ്ലോയിയുടെ പെൻഷൻ ഫണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. The central government also would contribute percentage of 1.1/6% of the total wages. അപ്പോൾ ഈ എംപ്ലോയർ അടയ്ക്കുന്നത് കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് ടോട്ടൽ വേജസിന്റെ 1.1/6% സെൻട്രൽ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഫ്രം ആൻഡ് ഔട്ട് ഓഫ് ദ എംപ്ലോയീസ് ഷെയർ ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, അപ്പോൾ എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷനിൽ നിന്നും 8.33% മാക്സിമം 6,500 രൂപ സെപ്പറേറ്റ് അക്കൗണ്ടിലോട്ട് എംപ്ലോയീസ് പെൻഷൻ ഫണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അതുകൂടാണ്ട് സെൻട്രൽ ഗവൺമെന്റ് ടോട്ടൽ വേജസിന്റെ 1.1/6% ഈ സ്കീം പെൻഷൻ ഫണ്ട് സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. Your benefits under the scheme. Members will get a pension on superannuation or retirement from the service upon the disabled during the employment. എംപ്ലോയ്മെന്റിൽ നിന്നും റിട്ടയർ ആവുന്ന സമയത്ത് ഈ സ്കീം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഫാമിലി പെൻഷൻസും ആ വ്യക്തി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വിഡോയ്ക്ക് അല്ലെങ്കിൽ വിഡോവറിന് അടുത്ത കല്യാണം കഴിക്കുന്നത് വരെ അവർക്ക് ഫാമിലി പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികളുണ്ടെങ്കിൽ 25 വർഷം വരെ അവർക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. In case of orphans, pension at enhanced rate is available upon the death of the widow or widower or ceasing the payment of the widow pensions. അതിനുശേഷം വിഡോവറോ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ ഓർഫൻസിന് ഈ പറയുന്ന പെൻഷന് കൂടിയ റേറ്റിൽ പെൻഷൻ ലഭിക്കുന്നതാണ്. ബെനിഫിറ്റ്സ് ഓഫ് ദ പെൻഷൻ ടു ചിൽഡ്രൻ ഓർ ഓർഫൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു 2 ചിൽഡ്രൻസ് ഓർ ഓർഫൻസ്. മാക്സിമം 2 കുട്ടികൾക്ക് മാത്രമേ പെൻഷൻസ് ലഭിക്കുന്നുള്ളൂ. ദ പെൻഷൻ ഈസ് അൺമാരീഡ്, ഹാസ് നോ ഫാമിലി പെൻഷൻ ഈസ് അവൈലബിൾ ടു നോമിനി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. ഈ വ്യക്തി പ്രൊവിഡന്റ് ഫണ്ട് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള വ്യക്തി അൺമാരീഡ് ആണെങ്കിൽ ആ വ്യക്തി നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും നിശ്ചിത പീരീഡിലോട്ട് പെൻഷൻ, മരണത്തിന് ശേഷം നിശ്ചിത പീരീഡിലോട്ട് പെൻഷൻ ലഭിക്കുന്നതാണ്. അടുത്ത മൂന്നാമത്തെ സ്കീമാണ് എംപ്ലോയി പ്രൊവിഡന്റ് ആൻഡ് മിസ്ലേനിയസ് ആക്ട് 1952 കീഴിൽ വരുന്ന മൂന്നാമത്തെ സ്കീമാണ് എംപ്ലോയീസ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. The purpose of the scheme is to provide life insurance benefit to the employees who are already covered under the provident fund or employee pension fund. അപ്പം ഈ എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എംപ്ലോയി PF പ്രകാരം പ്രൊവിഡന്റ് ഫണ്ട് പ്രകാരം എംപ്ലോയി പെൻഷൻ ഫണ്ട് പ്രകാരം രജിസ്റ്റർ കവർ ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത. No amount is recovered from the employee's wages. Employer should pay 0.5% of total wages subject to a ceiling of ₹6,500 per month. ഇതിലേക്ക് വേണ്ടിയിട്ട് എംപ്ലോയി ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമിലേക്ക് എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എംപ്ലോയർ അവരുടെ ടോട്ടൽ സാലറിയുടെ 0.5%, ടോട്ടൽ വേജസിന്റെ 0.5% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. മാക്സിമം ₹6,500 ആണ് ഒരു മാസം ഇതിലേക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അഡീഷണലി administrative charges of ₹0.1% of total wages have to be paid by the employer. അതുകൂടാണ്ട് ഈ സ്കീമിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ആയിട്ട് ടോട്ടൽ വേജസിന്റെ 0.01% കൂടെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് പേ ചെയ്യേണ്ടതാണ്. EDLA എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്കിൽ ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് അക്കൗണ്ട് നമ്പർ 21 ബെനിഫിറ്റ്സ് ടു ദ നോമിനി ഓഫ് ദ എംപ്ലോയീസ്. ഈ സ്കീം പ്രകാരം എംപ്ലോയീസിന്റെ നോമിനീസ് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇൻ കേസ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ എംപ്ലോയി ഡ്യൂറിംഗ് ദ എംപ്ലോയ്മെന്റ്, ഹിസ് നോമിനി ഓർ ഫാമിലി മെമ്പർ ഗെറ്റ്സ് ആൻ എമൗണ്ട് ഈക്വൽ ടു ദ ആവറേജ് ബാലൻസ് ഇൻ ദ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയി ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 12 months. ഈ സ്കീം പ്രകാരം ആ എംപ്ലോയി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ എംപ്ലോയിയുടെ ഫാമിലി മെമ്പർക്ക് അയാളുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ ലാസ്റ്റ് 12 മാസത്തിലെ ആവറേജ് ബാലൻസ് എത്രയാണോ ആ എമൗണ്ടിനോട് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ഇയാളുടെ നോമിനിക്ക് ഫാമിലി മെമ്പറിന് ലഭിക്കുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ഫ്രം സാലറീസ് ആൻഡ് വേജസിലെ രണ്ടാമത്തെ ഐറ്റം ആണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ദ ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം
The Employee State Insurance Scheme of the Indian government, sanctioned under the Employee State Insurance Act, aims to accomplish the task of protecting the employees and their family members against sickness, disablement and death due to the employment injury, and to provide medical care to the insured persons and their families. ഇപ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിന്റെ പരിധിയിലാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയീസിനെയും അവരുടെ ഫാമിലീസിനെയും അവർക്കുണ്ടാവുന്ന അസുഖങ്ങൾ, അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, അതിനൊക്കെ തൊട്ട് അവർക്ക് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ചികിത്സിക്കാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൽഫ് ഫിനാൻസിങ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഫിനാൻസിങ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. Thus, this scheme covers all employees working in factories running on non-seasonal power that employ 10 or more persons. ഇതിൽ പവർ ഉപയോഗിക്കുന്ന ഫാക്ടറീസ് ആണെങ്കിൽ 10 അതിലധികമോ പേരുണ്ടെങ്കിൽ അത് ESI പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. നോൺ ഫാക്ടറീസ് ആണെങ്കിൽ, പവർ ഉപയോഗിക്കാത്ത, മിഷനറി ഉപയോഗിക്കാത്ത ഫാക്ടറീസ് ആണെങ്കിൽ 20 അതിലധികമോ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ESI പ്രകാരം ആ സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോൺ സീസണൽ പവർ ആണെങ്കിൽ, പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടറീസ് ആണെങ്കിൽ 10 അതിലധികമോ, യൂസിങ് പവർ ഫാക്ടറീസ് ആൻഡ് യൂസിങ് പവർ ആണെങ്കിൽ 20, പവർ ഉപയോഗിക്കാത്ത ഫാക്ടറീസ് ആണെങ്കിൽ 20 അതിലധികമോ, പവർ ഉപയോഗിക്കുന്ന ഫാക്ടറീസ് ആണെങ്കിൽ 10 അതിലധികമോ ഉണ്ടെങ്കിൽ അവർ ESI പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ESI ബാധകമാകുന്ന സ്ഥാപനങ്ങൾ ഷോപ്സ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, സിനിമ, റോഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഈ പറയുന്ന ESI ബാധകമായിട്ട് വരുന്നതാണ്. The wage limit for coverage under this act is ₹15,000 per month. 15,000 per month ആണ്. അതായത് ESI ബാധകമാണെന്നുണ്ടെങ്കിൽ 15,000 രൂപയ്ക്ക് താഴെയാകണം ഒരു എംപ്ലോയീസിന്റെ ഒരു മാസത്തെ സാലറി. 15,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമേ ആ എംപ്ലോയിക്ക് ESI ബാധകമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ESI പ്രകാരമുള്ള ബെനിഫിറ്റ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയിയും എംപ്ലോയറും ഈ ESI സ്കീമിലേക്ക് എല്ലാ മാസവും നിശ്ചിത എമൗണ്ട് പേ ചെയ്യേണ്ടതാണ്. അതിൽ എംപ്ലോയർ ഓരോ മാസവും സാലറിയുടെ 4.75%, എംപ്ലോയി 1.7% സ്കീമിലോട്ട് പേ ചെയ്യേണ്ടത്. അതിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബേസിക് പേ, DA, കൺവെയൻസ്, അതർ അലവൻസ് പ്ലസ് ബോണസ് കൂട്ടുന്നതാണ് എംപ്ലോയീസിന്റെ സാലറി. അതിന്റെ ഇത്ര പെർസെൻറ്റേജ് 4.75%, 1.75% ആണ് ഇതിൽ ഈ എമൗണ്ടിലേക്ക് ESIയിലോട്ട് എംപ്ലോയറും എംപ്ലോയിയും അടയ്ക്കേണ്ടത്. If the employer or employee asks the employees outside the ESI scheme, these rates are revised from time to time. അപ്പോൾ 15,000 രൂപയ്ക്ക് മുകളിലാണ് എംപ്ലോയിയുടെ സാലറി എങ്കിൽ അവർക്ക് ESI ബാധകമാകത്തില്ല. അവർ ESI സ്കീമിന്റെ പുറത്ത്, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കത്തില്ല. ഈ ESIയുടെ ലിമിറ്റ്, അത് ഏത് സാലറിയിലുള്ളവർക്കാണ് ലഭിക്കുന്ന ലിമിറ്റ്, അതായത് സമയങ്ങളിൽ ഗവൺമെന്റ് ചേഞ്ച് ചെയ്യാറും ഉണ്ട്. അപ്പൊ എംപ്ലോയി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസിൽ വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു ESI. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിന്റെ പരിധിയിലാണ് വരുന്നത്. എംപ്ലോയീസിന്റെ ഫാമിലീസിനും നല്ല രീതിയിലുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു സെൽഫ് ഫിനാൻസിങ് സ്കീമാണ്. അതിന് പ്രകാരം എംപ്ലോയിയും എംപ്ലോയറും എമൗണ്ട് പേ ചെയ്യണം. നോൺ പവർ ഫാക്ടറി ആണെങ്കിൽ, ഫാക്ടറീസ് യൂസിങ് പവർ ആണെങ്കിൽ 10 അതിലധികം പേരുണ്ടെങ്കിൽ രജിസ്റ്റർ ESI പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. നോൺ പവർ യൂസിങ് ഫാക്ടറീസ് ആണെങ്കിൽ 20 അതിലധികം പേരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥാപനങ്ങൾ ഷോപ്സ് ഉണ്ടാകാം, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, സിനിമ തിയേറ്റേഴ്സ്, റോഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ, സാലറി ഉണ്ടെങ്കിൽ ESI പ്രകാരം ഒരു എംപ്ലോയിക്ക് ബെനിഫിറ്റ്സിന് അർഹത ഉണ്ടായിരിക്കത്തില്ല. 15,000 രൂപയ്ക്ക് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ ESI പ്രകാരമുള്ള ബെനിഫിറ്റ്സിന് എംപ്ലോയിക്ക് അർഹത ഉണ്ടായിരിക്കത്തുള്ളൂ.